പാടിയ ഒരു 75% പാട്ടുകളും ദേവരാജ് മാസ്റ്ററാണ്. ദേവരാജ് മാസ്റ്ററുടെ കണ്ടെത്തലാണല്ലോ ജയേട്ടൻ. മഞ്ഞരയിൽ മുങ്ങി തോർത്തിയും ഇഷ്ടപ്രാണേശ്വരിയും പൂർണ്ണേന്ദു മുഖിയും തുടങ്ങി എത്രയെത്ര ദേവരാജ ഗീതങ്ങൾ. ദേവരാജ് മാസ്റ്റർ മരിച്ചപ്പോൾ ജയേട്ടൻ പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മളൊക്കെ അനാഥരായെന്ന്. ഇപ്പോഴും ദേവരാജ് മാസ്റ്റർ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ ദേവരാജ് മാസ്റ്ററുടെ ആ ഒരു വിയോഗം എങ്ങനെയാണ് ജയേട്ടൻ ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്? ദേവരാജ് മാസ്റ്റർ വിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ പകുതി പോയി. എൻ്റെ ജീവിക്കുന്നപ്പോൾ എൻ്റെ പകുതി അദ്ദേഹം കൊണ്ടുപോയി. അത്രയും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പാട്ടിൽ സംഗീതത്തിൽ മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തല്ല അദ്ദേഹം. പാരമ്പര്യമായിട്ട് അച്ഛനും കുടുംബാംഗങ്ങളും പ്രദാനം ചെയ്യുന്ന സ്വഭാവത്തോടെ അതേ അളവോടെ പാതി സ്വഭാവം പ്രദാനം ചെയ്തത് ദേവരാജ മാഷ്. സത്യം സത്യം സത്യം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ജയേട്ടനെ സസൂക്ഷ്മമായിട്ട് കീറി മുറിച്ച് അനാട്ടമി ചെയ്യുന്നൊരു വിദ്വാൻ കണ്ടെത്തിയൊരു കാര്യമാണ്. ഞാൻ പണ്ട് കുറേ കാര്യം പറഞ്ഞല്ലോ നേരത്തെ. 50% ആ വിദ്വാൻ്റെ, കുറച്ച് പ്രായമുള്ള ആൾ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ സ്വാതന്ത്ര്യം എടുത്തിട്ട് സ്വഭാവങ്ങൾ നൽകിയത് ദേവരാജ മാഷാണ്. സംസാര രീതി, ശൈലി, ശത്രുക്കളെ ഉണ്ടാക്കുന്ന രീതി, മുൻചുണ്ടി, കോപം. സത്യം സത്യമാണ് സത്യമാണ് സത്യം കറക്റ്റാണ്, അത് സത്യമാണ്. ഇതിലൊക്കെ അന്തർലീനമായി അടുത്ത കാലത്ത് പറഞ്ഞു എൻ്റെ മാസ്റ്റർ വൈഫ് ലീലാമണി ചേച്ചി പറഞ്ഞു, ഇപ്പം ജയേന്ദ്രൻ വന്ന് മോടച്ഛന്ന് അതുമാതിരി ആയി തുടങ്ങിയല്ലോ, എന്തിനാ കുട്ടി കുറച്ച് ശാന്തനായിക്കൂടെ? ഞാൻ ഇല്ല ചേച്ചി, ഞാൻ ഒരിക്കലും ശാന്തനാവില്ല. എന്തിനാണ് ശാന്തനാണ്? കലാപകാരിയാണ്. അതെ, കലാപം അങ്ങനെയല്ല, മനസ്സിലുള്ളത് പറയും. ചില സമയത്ത് ഓരോ മൂഡാണ്, വളരെ മൂഡ് കഴിഞ്ഞാൽ യു വിൽ കോൾ എ സ്പേഡ് എ സ്പേഡ്. ദാറ്റ്സ് റൈറ്റ്. എനിക്ക് മനസ്സിൽ തോന്നുന്നത് പറഞ്ഞല്ല, ഓരോ മൂഡും ചേഞ്ച് ഓഫ് മൂഡ്സാണ് എനിക്ക്. പെട്ടെന്ന് മൂഡുകൾ മാറിക്കൊണ്ടിരിക്കും. നല്ല സ്വഭാവമല്ല, കലാകാരൻ്റെ ലക്ഷണമാണ്. എന്തോ ചില ആൾക്കാരല്ലേ കലാകാരന്മാർ പ്രാന്തന്മാരെന്നൊക്കെ ആൾക്കാർ പറഞ്ഞാണ്. ഞാൻ ഒരു പ്രാന്തനാ, സംഗീത പ്രാന്തൻ എന്ന് പറയാൻ വേണ്ടി. അതെ, ഭ്രാന്ത് വളരെ പോസിറ്റീവായ. പക്ഷേ ദേവരാജൻ മാഷ് ഇപ്പം നമ്മുടെ ആ പാട്ട് മുങ്ങിത്താഴാനുള്ളൊരു അവസരം ആ പാട്ടിലൂടെ നൽകിയില്ലായിരുന്നെങ്കിൽ അയ്യോ